നൂർണി ഇൻഫോടെക്കിന്റെ വിൻഡോസ് 11 ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രൗസർ ആൻഡ് ഇമെയിലിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ബ്രൗസർ വന്നാൽ എന്താണ്, ബ്രൗസറിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു ബ്രൗസർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററിനെ കുറിച്ചാണ്. അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പർ ലിങ്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ ബുക്ക് മാർക്സ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടും, പിന്നെ ഇമെയിൽ എന്താണ്, അതുപോലെ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ബ്രൗസർ എന്താണെന്ന് പഠിക്കാം. ബ്രൗസർ എന്ന് പറയുന്നത് ഒരു യൂസറിന് ഒരു വെബ്സൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആണ്. ഇതിനകത്ത് മെയിനായിട്ട് 3 പാർട്സ് ആണ് വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രൗസർ പറയുന്നത് ഗൂഗിൾ ക്രോം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യം മൈക്രോസോഫ്റ്റ് എഡ്ജ് വെച്ചിട്ടാണ് ബ്രൗസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൗസറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ നമുക്കുണ്ടാകും. ഇതിനകത്ത് URL ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് വെബ്സൈറ്റ് ആണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ഒരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ്, അതായത് അതിൻ്റെ URL പറഞ്ഞാൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നാവിഗേഷൻ ബട്ടൺസ് ആണ്, അതായത് ബാക്ക്വേർഡ്, ഫോർവേഡ്, റിഫ്രഷ് പറഞ്ഞ പോലത്തെ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് ടാബുകളാണ്. അത് ഒന്നിൽ കൂടുതൽ വെബ് പേജസ് അറ്റ് എ ടൈം നമുക്ക് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാനാണ് ഈ ടാബുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടാബിൽ നമുക്ക് ഓരോ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര ടാബ് വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടാബ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ടാബുകൾ ക്ലോസ് ആവുകയും ചെയ്യും. ഒരു ബ്രൗസർ എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം വന്നിട്ട് യൂസർ ഒരു URL അല്ലെങ്കിൽ ഒരു വെബ് അഡ്രസ്സ്, അതായത് ഏത് വെബ്സൈറ്റ് ആണോ അവർ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ വെബ് അഡ്രസ്സ് അല്ലെങ്കിൽ URL ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ബ്രൗസർ വന്നിട്ട് സെർവറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ URL അഡ്രസ്സിനെ IP അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ബ്രൗസർ വന്നിട്ട് ഒരു റിക്വസ്റ്റ് വെബ് സെർവറിന് സെൻഡ് ചെയ്യും. അതായത് ഏത് വെബ് പേജ് ആണോ വേണ്ടത് ആ വെബ് പേജ് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ് സെർവർ വന്നിട്ട് ആ പർട്ടിക്കുലർ വെബ് പേജ് കണ്ടന്റ് അത് സെർച്ച് ചെയ്തെടുത്തിട്ട് അതിന് തിരിച്ച് ഒരു റെസ്പോൺസ് നമ്മുടെ ബ്രൗസറിന് കൊടുക്കും. അപ്പോൾ ഈ ഒരു ബ്രൗസർ ആ ഒരു കണ്ടന്റ് റിസീവ് ചെയ്തിട്ട് യൂസർ സ്ക്രീനിനകത്ത് ആ ഒരു പർട്ടിക്കുലർ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെബ് ബ്രൗസർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു URL എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ നൂർണി ഇൻഫോടെക്കിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്ന ഈ ഒരു വെബ് അഡ്രസ്സാണ് നമ്മുടെ URL പറയുന്നത്. അപ്പോൾ URL എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു ഫയൽ, ഇൻ്റർനെറ്റിലുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ വെബ് പേജിൻ്റെ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു വെബ് അഡ്രസ്സാണ്. ഇപ്പോൾ URLൻ്റെ ഫുൾ ഫോം പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററാണ്. ഇപ്പോൾ URLന് മെയിനായിട്ട് 3 പാർട്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ ഈ HTTPS:// കാണുന്നില്ലേ, ഇത് വന്നിട്ട് പ്രോട്ടോക്കോൾ എന്നാണ് പറയുക. പിന്നെ nurni.in പറയുന്നത് ചിലപ്പോൾ www.nurni.in നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് വന്നിട്ട് നമ്മുടെ ഡൊമെയിൻ നെയിമാണ്. ബാക്കിയുള്ളതൊക്കെ വന്നിട്ട് ആ ഒരു വെബ് പേജിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും പാർട്സ് ആണ് ഒരു URLനകത്ത് വരുന്നത്. നെക്സ്റ്റ് നാവിഗേഷൻ ബട്ടനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഈ ഒരു ആരോ, ബാക്ക്വേർഡ് ആരോ പറയുന്നത് ബാക്കിലോട്ട്, നമ്മുടെ ഈ വെബ്സൈറ്റിൽ നിന്ന് ബാക്കിലോട്ട് പോകാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വന്നിട്ട് റിഫ്രഷ് ബട്ടനാണ്. നമ്മളിപ്പോൾ ഈ ഒരു നൂർണി ഇൻഫോടെക്കിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹോം ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഹോം പേജാണ് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെബ്സൈറ്റിനകത്ത് ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു പർട്ടിക്കുലർ പേജിനോട്ടാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഏത് ലൊക്കേഷനാണോ നിന്നത് അതിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ആരോ കാണാൻ പറ്റും. അതായത് ഇതൊന്ന് നമ്മളിപ്പോൾ ബാക്കിലോട്ടാണ് വന്നത്, ഒന്നുകൂടി ഫോർവേഡ് പോകാനാണ് ഈ ഒരു ആരോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്ക്വേർഡും ഇത് ഫോർവേഡാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഏതിലാണ് പേജിലാണോ നിൽക്കുന്നത് ആ പേജിലോട്ട് പോകും. അപ്പോൾ പിന്നെയും ബാക്ക്വേർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് പോകും. അപ്പോൾ ഈ 3 ബട്ടൺസാണ് ഇതിനകത്ത് വരുന്നത്. ഇതിലൊന്ന് റിഫ്രഷ് ബട്ടനാണ്. റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ പേജ് ഒന്ന് റിഫ്രഷ് ആയിട്ട് വരും. അപ്പോൾ റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് റിഫ്രഷ് ആകുമ്പോൾ ആ ഒരു ബട്ടൺ മാറിയിട്ട് ക്ലോസ് ബട്ടൺ ആവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ ആവും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജ് റിഫ്രഷ് ആവുന്നത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്റ്റോപ്പ് ഓപ്ഷനാണ് വരുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിഫ്രഷ് ആവുന്നത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടാബ്ഡ് ബ്രൗസിങ്. അതായത് ഇപ്പോൾ ഒരു ടാബാണ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ടാബ് നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് മൾട്ടിപ്പിൾ വെബ് പേജസ് നമുക്ക് ബ്രൗസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ യൂട്യൂബ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ യൂട്യൂബ് ഇവിടെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നൂർണി ഇൻഫോടെക്കിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ടാബ് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ച് മൾട്ടിപ്പിൾ വിൻഡോസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനാണ് നമ്മൾ ടാബ്ഡ് ബ്രൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാബ്സ് ഒക്കെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ടാബ്സ് ഒക്കെ ക്ലോസ് ആവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പർ ലിങ്കിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ പേജിനകത്ത് ഒരു ക്ലിക്കബിൾ എലമെന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയും. അതായത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലോട്ടാണ് നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഹോം പറയുന്ന ഒരു ഹൈപ്പർ ലിങ്കാണ്, കോഴ്സസ്, ഇവന്റ്സ്, ഓൺലൈൻ കോൺടാക്ട്സ് എന്നൊക്കെ പറയുന്നത് ഓരോ ഹൈപ്പർ ലിങ്കാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഡിജിറ്റൽ ഓഫീസ് എസെൻഷ്യൽ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് തന്നെ മറ്റൊരു പേജിലോട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ മറ്റൊരു പേജിലോട്ടാണ് നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഈ ഒരു പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് മറ്റൊരു പേജിലോട്ട് പോകുന്നത്. അത് അത്തരം ലിങ്കുകളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് മാർക്സ് ആൻഡ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ്. ബുക്ക് മാർക്സ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സൈറ്റ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി അത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ വിൻഡോസ് ലെവലിൽ വരികയാണെങ്കിൽ അതൊരു ഈ ഒരു മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ ഇൻ്റർഫേസിൽ വന്നിട്ട് ബുക്ക് മാർക്സ് നമ്മൾ ഫേവറേറ്റ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു സൈറ്റ് എങ്ങനെ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 3 ഡോട്ട്സ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് ബുക്ക് മാർക്ക് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റാറിൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ സ്റ്റാറിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബുക്ക് മാർക്ക് ചെയ്യേണ്ട സൈറ്റിൻ്റെ പേര് ഇവിടെ ഷോർട്ടായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നൂറിന് ഇൻഫോടെക് എന്ന് വെറുതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൾഡർ അതർ ഫേവറേറ്റ്സ് പറഞ്ഞ ഫോൾഡറിൽ വെക്കണോ അത് ഫേവറേറ്റ് ബാറിൽ വെക്കണോ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ താല്പര്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഡണ്ണ് കൊടുക്കാം. നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഫേവറേറ്റ് ബാർസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ നൂറിന് ഇൻഫോടെക് പറഞ്ഞ ആ ഒരു സൈറ്റ് കാണാൻ പറ്റും. ഇതിൽ ഒത്തിരി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൂറിന് ഇൻഫോടെക് എന്ന് കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബുക്ക് മാർക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എത്ര ബുക്ക് മാർക്സ് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ വേറൊരു ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും, ജിമെയിൽ, യൂട്യൂബ് ഒക്കെ ഇതൊക്കെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് എത്ര സൈറ്റ് വേണമെങ്കിലും ഇതിനകത്ത് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ആരോൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബുക്ക് മാർക്സ് ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ബാക്കി ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നൂറിന് ഇൻഫോടെക്കാണ്, അതുകൊണ്ട് ആ നൂറിന് ഇൻഫോടെക്കിൻ്റെ ബുക്ക് മാർക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നൂറിന് ഇൻഫോടെക്കിൻ്റെ സൈറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ബുക്ക് മാർക്ക് എന്നത്. നെക്സ്റ്റ് നമുക്ക് ഹിസ്റ്ററി പഠിക്കാം. ഹിസ്റ്ററി പറയുന്നത് നമ്മൾ ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹിസ്റ്ററി പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഒരു 3 മാസത്തോളം ഏതൊക്കെ സൈറ്റിൽ നമ്മൾ നോക്കിയിട്ടുണ്ടോ, ഏതൊക്കെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ ഹിസ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് ആ സൈറ്റിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇത് കുറേ ദിവസത്തിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ എടുക്കാൻ കഴിയുന്നതായിരിക്കും. ഈ ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഓരോന്ന് ഇവിടെ ഇങ്ങനെ ക്രോസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ഹിസ്റ്ററി പേജ് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഡിലീറ്റ് ബ്രൗസിങ് ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഹിസ്റ്ററിയും പോകും. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടും ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ ഡിലീറ്റ് ബ്രൗസിങ് ഹിസ്റ്ററി പറഞ്ഞിട്ട് ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ലാസ്റ്റ് ഹവറിൻ്റെ ഡിലീറ്റ് ചെയ്യണോ അതോ ലാസ്റ്റ് 4 വീക്സിന് ഡിലീറ്റ് ചെയ്യണോ ഓൾ ടൈം ഡിലീറ്റ് ചെയ്യണോ ചോദിക്കും. അപ്പോൾ നമ്മളത് വേണമെങ്കിൽ ഏതാണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിയർ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയൊക്കെ ക്ലിയർ ആയി പോയിണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഹിസ്റ്ററിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹിസ്റ്ററി ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊത്തം ഹിസ്റ്ററി നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഷെയറിംഗ് ഈസ് കെയറിംഗ്. നൂറിന് ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫയൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ChatGPT കൊടുക്കാം. ChatGPT ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ChatGPT ഡൗൺലോഡ് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഫോർ വിൻഡോസ് ഏത് ഓപ്ഷനാണ് വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ChatGPT ഡൗൺലോഡ് വിൻഡോസ് 11 സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഡൗൺലോഡ് ChatGPT പറഞ്ഞ ഒരു വെബ് പേജിനകത്താണ് നമുക്ക് ആദ്യം പോകേണ്ടത്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഡൗൺലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതിലോട്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്, MacOS ആണോ വിൻഡോസ് ആണോ അത് ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ടാണോ മൊബൈലിന് വേണ്ടിയിട്ടാണോ ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ വിൻഡോസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ChatGPTൻ്റെ ഒരു EXE നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ EXE ഡൗൺലോഡ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് EXE റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ ChatGPT പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു ഇമേജ് എങ്ങനെ സേവ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഏത് ഇമേജ് ആണോ വേണ്ടത് ആദ്യം നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫ്ലവർ സെർച്ച് ചെയ്തെടുക്കാം. ഫ്ലവേഴ്സ് തൊട്ട് എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറേ ഇമേജസ് ഉണ്ടാവും. ഈ ഇമേജസ് കൂടാതെ നമുക്കിവിടെ ഇമേജസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഇമേജസ് മാത്രമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള മെത്തേഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് എടുക്കുന്നതെങ്കിൽ ഇത് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഇമേജിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ സേവ് ഇമേജ് ആസ് വൺ കൊടുക്കാം. നമ്മളിപ്പോൾ വേർഡിലൊക്കെയാണ് നമുക്ക് ഈ ഒരു പിക്ചർ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കോപ്പി ഇമേജ് കൊടുത്തിട്ട് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സേവ് ഇമേജ് ആസ് വൺ കൊടുത്തിട്ട് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഈ ഒരു പിക്ചർ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ സേവ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് ആസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ലൊക്കേഷൻ എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിനകത്ത് ജസ്റ്റ് ഫ്ലവർ വന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ലൊക്കേഷൻ നമുക്ക് ഏത് ലൊക്കേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഡൗൺലോഡോ ഡോക്യുമെൻറ്റ്സോ പിക്ചേഴ്സോ എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ മെസ്സേജ് കാണാം ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ ആ ലൊക്കേഷനിൽ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് അത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മൾ പേര് കൊടുത്തത് ഫ്ലവർ വന്നിട്ടാണ്. അപ്പോൾ flower.jpg അത് ഇവിടെ സേവ് ആയിട്ടാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫ്ലവർ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നിന്നും ഒരു ഇമേജ് സേവ് ചെയ്യുന്നത്. അതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നൂറിൻ ഇൻഫോടെക്കിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമെയിലിനെ കുറിച്ചാണ്. അതായത് ഇൻ്റർനെറ്റിലൂടെ ഫയല്, ഇമേജസ്, അതുപോലെ തന്നെ ടെക്സ്റ്റ്, അറ്റാച്ച്മെൻ്റ് ഒക്കെ സെൻഡ് ചെയ്യുന്നതിനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമെയിലിന് മെയിനായിട്ട് 3 കമ്പോണൻസ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ ഒന്ന് പറയുന്നത് മെയിലറാണ്, പിന്നെ മെയിൽ സെർവർ, മെയിൽ ബോക്സ്. മെയിലർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇമെയിൽ മാനേജ് ചെയ്യാനും റീഡ് ചെയ്യാനും കമ്പോസ് ഒക്കെ ചെയ്യാനാണ്. അതേസമയം മെയിൽ സെർവർ യൂസ് ചെയ്യുന്നത് ഇമെയിൽസ് ഒക്കെ റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അതുപോലെ ഡെലിവർ ചെയ്യാനും. പിന്നെ വരുന്നത് മെയിൽ ബോക്സ്. ഈ മെയിൽ ബോക്സ് പറയുന്നത് ഒരു ഫോൾഡറാണ്. അതിനകത്താണ് നമുക്ക് വരുന്ന ഇമെയിൽസ് ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഇമെയിൽസും അതിൻ്റെ ഇൻഫർമേഷനും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീ ഇമെയിൽ സർവീസാണ് ജിമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ജിമെയിലിൽ ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർനെറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ gmail.com എന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ വരും. നമ്മുടെ പേഴ്സണൽ യൂസിനാണോ, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡിനാണോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആവശ്യത്തിനാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഏതാണോ നമ്മുടെ ആപ്റ്റായിട്ട് വരുന്നത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫോർ മൈ പേഴ്സണൽ യൂസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് നെയിം കൊടുക്കാം. ഫസ്റ്റ് നെയിം കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിമും സർനെയിമാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുന്നത്, ഇപ്പോൾ സൂരജ് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ സർനെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സർനെയിം എന്തെങ്കിലും കൊടുക്കാം, രാജ് എന്ന് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഞാനൊരു ഫേക്കായിട്ടൊരു മെയിൽ ID ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡേ വന്നിട്ട് 14 മന്ത് മാർച്ച് കൊടുക്കാം. ഇത് വന്നിട്ട് 2000 കൊടുക്കാം. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ നമ്മളുടെ മെയിൽ IDക്ക് വേണ്ട ഒരു യൂസർ നെയിമാണ് ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ മെയിൽ ID വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സൂരജ് രാജ് 225 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആണെന്നും കൂടി നോക്കണം. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു യൂസർ നെയിം നമുക്ക് അവൈലബിൾ അല്ല, കാരണം ഓൾറെഡി വേറെ ആരും ആ ഒരു യൂസർ നെയിം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ രാജ് സൂരജ് 216 സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും പാസ്വേഡ് നമുക്കിവിടെ കൊടുക്കാം. ഞാൻ സൂരജ് രാജ് തന്നെ കൊടുക്കുന്നുണ്ട്.
നമുക്ക് പാസ്വേഡ് ഷോ ചെയ്യണമെങ്കിൽ ഈ ഒരു ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ കൺഫേമിലും സെയിം പാസ്വേഡ് തന്നെ കൊടുക്കണം. അപ്പോൾ സൂരജ് രാജു കൊടുക്കും. പാസ്വേഡ് നമുക്കിവിടെ ഷോ ചെയ്യണമെങ്കിൽ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് സ്ട്രോങ്ങർ പാസ്വേഡ് വേണമെന്നാണ് പറയുന്നത്. നമ്മൾ കൊടുത്ത പാസ്വേഡ് സ്ട്രോങ് അല്ല. അപ്പോൾ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ട് സൂരജ് രാജ് 2000 കൊടുക്കാം. ഷോ പാസ്വേഡ് നോക്കാം. സൂരജ് രാജ് 2000 കൊടുത്തിട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ ആ ഒരു പാസ്വേഡ് അവർ ആക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേറൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂരജ് രാജ് പറഞ്ഞൊരു അക്കൗണ്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മെയിൽ ID പറയുന്നത് rajsuraj216@gmail.com ആണ്. പിന്നെ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് പ്രൈവസി ആൻഡ് ടേംസ് ഉണ്ട്. നമുക്കെല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഐ എഗ്രി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ rajsuraj216@gmail.com പറഞ്ഞൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ചില സിസ്റ്റത്തിൽ വന്നിട്ട് ഫോൺ നമ്പറൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് അതിനകത്തൊരു OTP ഒക്കെ വന്നിട്ട് അത് OTP തിരിച്ച് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കും ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോൺ നമ്പർ ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാസ്വേഡ് നമ്മൾ അവിടെ എന്താണോ കൊടുത്തത് അതിവിടെ കൊടുക്കാം. ഞാൻ സൂരജ് രാജ് 2000 ആണ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് പാസ്വേഡ് നോക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഫോർഗട്ട് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ മെയിൽ അക്കൗണ്ടിലേക്ക് പാസ്വേഡ് സെൻഡ് ചെയ്ത് തരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫോൺ നമ്പർ വഴി യൂസ് ചെയ്തിട്ട് അവർ നമുക്ക് ആ ഒരു പാസ്വേഡ് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ചെയ്തു തരും. എന്നിട്ട് ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നോട്ട് നൗ കൊടുക്കാം. അപ്പോൾ ഇതാണ് ജിമെയിലിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് കമ്പോസ് ആണ്. കമ്പോസ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് മെയിൽ സെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണോ മെയിൽ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ പേരാണ് 2 ഓപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ ID എടുക്കാം. അപ്പോൾ ഞാനിവിടെ നൂറിനി ഇൻഫോട്ടേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി nurni.in കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഡോൺ സ്വിച്ച് കൊണ്ട് കൊടുക്കട്ടെ. nurni.in@gmail.com കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും നമുക്ക് അറിയുന്ന മെയിൽ ID കൊടുക്കാം. പിന്നെ ഇവിടെ എന്താണോ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് അയക്കാം. അപ്പോൾ നമ്മളൊരു ലീവ് എന്തിനെങ്കിലും റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് ഫോർ ലീവ് പറഞ്ഞിട്ട് സബ്ജക്റ്റ് വെച്ച് അയക്കാം. സബ്ജക്റ്റ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സബ്ജക്റ്റ് ഒക്കെ കൊടുക്കുന്നതാണ് ഒരു മെയിലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കണ്ടൻ്റ് ഒക്കെ അയക്കാം. ഇപ്പോൾ ആർക്കാണോ നമ്മൾ മെയിൽ അയക്കണം അവരുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ റെസ്പെക്റ്റഡ് സാറിന് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കിവിടെ കണ്ടൻസ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഈ നമ്മൾ ടൈപ്പ് ചെയ്ത ഈ ടെക്സ്റ്റിൻ്റെയൊക്കെ ഫോർമാറ്റൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. അതായത് ഫോണ്ടൊക്കെ മാറ്റാൻ കഴിയും. അപ്പോൾ ആ ഓപ്ഷൻസാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ലാർജ് കൊടുത്തതിനാൽ ലാർജ് സൈസ് വരും. പിന്നെ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, അതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നമുക്കിനകത്ത് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് ലെഫ്റ്റ് ആണ്. അതുപോലെ നമുക്ക് സെൻട്രൽ അലൈൻമെൻറ്റും റൈറ്റ് അലൈൻമെൻറ്റൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലെഫ്റ്റിൽ തന്നെ ആക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് ബുള്ളറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻഡൻറ്റ് കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇൻഡൻറ്റ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്പേസ്, ഈ ഒരു ഏരിയയാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതായിരിക്കും. പിന്നെ കൂടുതൽ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വേണമെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് അൺഡു ചെയ്യാനും റീഡു ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഫയലോ അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിലാണ് പോകേണ്ടത്. അറ്റാച്ച് ഫയൽസും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫയൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പിക്ചർ തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. അപ്പോൾ ഫ്ലവർ പറഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കാം. അപ്പോൾ ഇതവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും.
പിന്നെ വന്നിട്ട് ഇതിനകത്ത് നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫ്ലവർ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ലിങ്ക് കൊടുക്കാം. അപ്പോൾ അതൊരു ലിങ്കായിട്ട് മാറും. അതിനകത്ത് ഏത് ലിങ്കാണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഒന്നും തൽക്കാലം കൊടുക്കുന്നില്ല. അപ്പോൾ ആ ലിങ്ക് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇമോജീസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ഇമോജീസ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഇമോജീസ് ഒക്കെ ഇതിനകത്ത് വരും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിനകത്ത് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ ഡ്രൈവിൽ നിന്നും ഫയൽസ് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതിനകത്ത് നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ പറ്റും. സിഗ്നേച്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇൻസേർട്ട് സിഗ്നേച്ചർ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സിഗ്നേച്ചർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സിഗ്നേച്ചർ ആഡ് ചെയ്യണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ മാനേജ് സിഗ്നേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ സെറ്റിംഗ്സിലാണ് പോകുന്നത്. സെറ്റിംഗ്സിൽ പോകുന്ന സമയത്ത് ഇവിടെ സിഗ്നേച്ചർ പറഞ്ഞ ഓപ്ഷൻ നമുക്ക് താഴെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയാണ് സിഗ്നേച്ചർ വരുന്നത്. അപ്പോൾ ഇവിടെ സിഗ്നേച്ചർ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ പേര് കൊടുക്കാനേ അവിടെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ സൂരജ് എന്ന് കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് കൊണ്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു പേരാണ് അവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് സേവ് ചെയ്ത് കൊടുക്കണം. സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കവിടെ സിഗ്നേച്ചർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സിഗ്നേച്ചർ നമ്മളൊന്ന് ക്ലോസ് ചെയ്തെടുത്താലേ വരുള്ളൂ, എന്നാലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിഗ്നേച്ചർ ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു 3 ഡോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മോർ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കാനും അതുപോലെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അറ്റാച്ച്മെൻറ്റ് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ജിമെയിൽ വഴി ഒരു മെയിൽ സെൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഇൻബോക്സ്. ഇൻബോക്സ് എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് വരുന്ന മെയിലുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഇൻബോക്സിനകത്ത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെയിൽ വരുന്നതോ അതൊക്കെ ഇതിനകത്താണ് ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിനകത്ത് മെയിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. പിന്നെ വരുന്ന സ്റ്റാർഡ് ഓപ്ഷൻ. സ്റ്റാർ പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽസിനൊക്കെ നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സ്നൂസ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്ത മെസ്സേജൊക്കെ ലിസ്റ്റ് ചെയ്ത് വരാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പേജിനോട്ടാണ് പോകുന്നത്. അപ്പോൾ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആർക്കൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. ഡ്രാഫ്റ്റ് പറഞ്ഞതിന് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചു പക്ഷേ സെൻഡ് ചെയ്തിട്ടില്ല, അങ്ങനത്തെ മെസ്സേജൊക്കെയാണ് ഡ്രാഫ്റ്റിനകത്ത് വരുന്നത്. നമ്മൾ സെൻഡ് ചെയ്യാതെ വെക്കുന്ന എല്ലാ മെയിൽസും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഓൾ മെയിൽ പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ മെയിൽസും നമുക്ക് കാണാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഡ്രാഫ്റ്റ് ആണെങ്കിലും സെൻഡ് ആയതും അതുപോലെ ഇൻബോക്സിൽ വരുന്നതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് സ്പാം ആണ്. അതായത് നമുക്ക് അറിയാത്ത, നമ്മുടെ കോണ്ടാക്ട്സിൽ ഇല്ലാത്ത ആരെങ്കിലും നമുക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ അത് സ്പാം ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിന് സ്പാമിൻ്റെ ആ ഒരു ഫോൾഡറിനകത്താണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കുറേ സ്പാം മെയിൽസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സ്പാമിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പിന്നെ വരുന്ന ട്രാഷ് ആണ്. ട്രാഷ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചില മെയിലൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ട്രാഷിലോട്ടാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് സെൻഡ് ചെയ്യേണ്ട, അപ്പോൾ ഞാൻ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് ട്രാഷിനകത്തായിരിക്കും. അപ്പോൾ നമ്മൾ ട്രാഷിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെയിൽ ഇതിന് നമ്മുടെ ഈ ഒരു ട്രാഷ് റിമൂവ് ആയി പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരു 30 days ആകുമ്പോഴത്തേനും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവുകയും ചെയ്യും. പിന്നെ കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇമ്പോർട്ടൻ്റ് വന്നിട്ട് എങ്ങനെ ഒരു മെയിൽ സെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്കൊരു മെയിൽ എങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ മെയിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, അതുപോലെ സെൻഡ് ചെയ്ത മെയിൽസ് എങ്ങനെ നോക്കാം, അത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഏതൊക്കെ സെറ്റിങ്സാണ് നമുക്ക് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു ഗൂഗിൾ ആപ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവും അതുപോലെ തന്നെ കോണ്ടാക്ട്സ്, പ്ലേ സ്റ്റോറൊക്കെ ഇതിനകത്ത് നമുക്ക് ലിസ്റ്റ് ചെയ്ത പോലെ ഫോട്ടോസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഫോട്ടോസിലൊക്കെ ആഡ് ചെയ്ത ഫോട്ടോസൊക്കെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അതുപോലെ ഡ്രൈവ് സെലക്ട് ചെയ്തതിന് ഈ ഡ്രൈവിനകത്ത് നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറി പേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ഒരു ബ്രൗസറിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രൗസർ എന്താണെന്നും അതെങ്ങനെ വർക്ക് ചെയ്യുക, അതിനകത്തുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഥവാ URL കുറിച്ചിട്ടാണ്.
പിന്നെ നമ്മൾ ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് പഠിച്ചു. അതായത് ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലോട്ട് നാവിഗേറ്റ് ചെയ്യുന്ന ആ ഒരു ലിങ്കാണ് ഹൈപ്പർ ലിങ്ക്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിച്ചത് നാവിഗേഷൻ ബട്ടനെ കുറിച്ചാണ്. അതായത് എങ്ങനെ ഒരു വെബ്സൈറ്റിനകത്ത് ബാക്ക്വേർഡ് പോവാം, ഫോർവേഡ് പോവാം, റിഫ്രഷ് ചെയ്യാം, റിഫ്രഷ് ചെയ്യുന്നത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ബുക്ക് മാർക്സിനെയും ഹിസ്റ്ററിനെയും കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, ഒരു ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എങ്ങനെ ബുക്ക് മാർക്കായി സെറ്റ് ചെയ്യാമെന്നാണ് ഇതിനകത്ത് പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ഇമെയിലിനെ കുറിച്ചിട്ടാണ്. ഇമെയിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് ജിമെയിലിനകത്ത് ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ നോക്കിയത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലൂടെ എങ്ങനെ ഒരു മെയിൽ സെൻഡ് ചെയ്യാൻ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് മെയിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ മറ്റു ഓപ്ഷൻസ് ഒക്കെയാണ് ജിമെയിലിനകത്ത് നമ്മൾ പഠിച്ചത്. നോൺ ഇൻഫോടെക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.